ഹായ് മക്കളെ, നമ്മൾ പറയാൻ പോകുന്നത് മെട്രിക്സസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു മെട്രിക്സസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു സ്മോൾ ഷോർട്ട് കട്ടാണ്. ഓക്കെ, നോക്കിക്കോ. കാര്യം പറയാം. നമുക്കൊരു മെട്രിക്സ് തരുന്നു. ആ മെട്രിക്സ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1 2 3 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 1 2 3 4 എന്ന് വിചാരിക്കാം. എന്നിട്ട് നമുക്കൊരു 4 ഓപ്ഷൻ a² മൈനസ് 5a പ്ലസ് 2i ഈക്വൽ ടു 0, ഓപ്ഷൻ ബി ഇങ്ങനത്തെ ഒരു എണ്ണം, ഓപ്ഷൻ സി ഇങ്ങനത്തെ ഒരെണ്ണം, ഓപ്ഷൻ ഡി ഇങ്ങനത്തെ ഒരെണ്ണം. എന്നിട്ട് ഈ മെട്രിക്സ് ഈ 4 ഇക്വേഷൻസിൽ, അതായത് ഈ ഒരു മോഡൽ ഇക്വേഷൻ ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. എന്നിട്ട് ഇതിൽ ഏത് ഇക്വേഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇക്വേഷൻ എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, അല്ലെ? സോ ദർ ഇസ് എ ഷോർട്ട് കട്ട്. ഓക്കെ, സിമ്പിൾ മെത്തേഡ് ഉണ്ട് മക്കളെ, അത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 2/2 അങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ട്, അതുപോലെ 3/3 അങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ട്. സോ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാര്യം നോക്കിക്കോ, 2/2 ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, 2/2 ഓൾവേസ് a² മൈനസ് സം ഓഫ് ഡയഗണൽ എ പ്ലസ് ഡിറ്റർമിനന്റ് ഇൻറ്റു i ഈക്വൽ ടു 0. സം ഓഫ് ഡയഗണൽസിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ട്രേസ് എന്ന് പറയാറുണ്ട്. ട്രേസ് അന്ന് പറഞ്ഞു വെച്ചോട്ടോ, TR എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ a² മൈനസ് സം ഓഫ് ഡയഗണൽ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് ഇൻറ്റു i ഈക്വൽ ടു 0. റെഡി? അങ്ങനെ വരുമ്പം നോക്കിക്കോ, a² മൈനസ്, അപ്പൊ a² മൈനസ് സം ഓഫ് ഡയഗണൽ, ഇവിടെ 1ഉം 4ഉം ആണ്. സം ഓഫ് ഡയഗണൽ എടുക്കുമ്പോൾ 5 കിട്ടും. അപ്പൊ 5a അടുത്തത് 5a പ്ലസ് ഡിറ്റർമിനന്റ് എന്നാണ്, പ്ലസ് ഡിറ്റർമിനന്റ്. അപ്പൊ ഇതിന് ഡിറ്റർമിനന്റ് എടുത്ത് നോക്കുക. ഇതിന് ഡിറ്റർമിനന്റ് എടുക്കുന്ന സമയത്ത് 4 × 1 4, 3 × 2 6 അല്ലെ? 4 മൈനസ് 3 × 2 6, സോ റിസൾട്ട് ഈസ് -2. അപ്പൊ പ്ലസ് ആണ് കൊടുത്തത്, സോ പ്ലസ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിഫോൾട്ട് ആയിട്ട് പ്ലസ് ആണെങ്കിലും വരാൻ പോകുന്ന നമ്പർ -2 ആണ്. സോ -2i ഈക്വൽ ടു 0 ഈസ് ദ ഇക്വേഷൻ ഓഫ് ദിസ്. അപ്പൊ ഞാനിവിടെ എഴുതിയ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്, രണ്ടാമത്തെ ചിലപ്പോൾ ശരിയായിരിക്കും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ദിസ് ഈസ് ദ മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഞാനിതാ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ലെറ്റ് a ഈക്വൽ ടു 2 1 1 2 ആൻഡ് a² മൈനസ് pa പ്ലസ് qi ഈക്വൽ ടു 0. ദെൻ p പ്ലസ് q എത്ര എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് ഇതിനെ പറയാം. അപ്പൊ നോക്കിക്കോ, a² മൈനസ് സം ഓഫ് ഡയഗണൽ, ഞാൻ TR എന്ന് എഴുതാൻ പോവാണ്, ട്രേസ് a പ്ലസ് ഡിറ്റർമിനന്റ് i. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലായി, ഇത് കണ്ടോ, a² ഉണ്ട്, മൈനസ് ഉണ്ട്, ഇവിടെ TR ആരാണ്, p. TR എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ട്രേസ് സം ഓഫ് ഡയഗണൽ. സോ നമ്മൾ പറയാൻ പോവാണ് p ഈക്വൽ ടു 2 + 2, സോ ഈക്വൽ ടു 4. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത് നോക്കിക്കേ, ഇവിടെ പ്ലസ് ഉണ്ട്, ഡിറ്റർമിനന്റ് ആണ് q. അപ്പൊ നമ്മൾ പറയുന്നു q ഈക്വൽ ടു ഡിറ്റർമിനന്റ് 2 × 2 4 - 1 × 1 1 3. സോ നമ്മൾ പറയുന്നു p + q ഈക്വൽ ടു 7. ഓപ്ഷൻസ് ഉണ്ടാവും, ഞാൻ പിന്നെ ഓപ്ഷൻസ് കൊടുത്തില്ല എന്നേ ഉള്ളൂ. മക്കളെ ക്ലിയർ ആണോ? റെഡി? സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. സോ ദിസ് ഈസ് യുവർ വർക്ക്. നിങ്ങൾ ഇതിന്റെ എന്ത് ചെയ്യുക, എക്സ് എത്ര വൈ എത്ര നിങ്ങൾ കമന്റ് ചെയ്തോ, ഞാൻ പറയാം ശരിയാണോ തെറ്റാണോ. ഓക്കെ, റെഡി? നൗ വി ആർ മൂവിങ് ഓൺ ടു 3rd ഡിഗ്രി. സോ ഇത് 3/3 ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിലൊരു കാര്യമുണ്ട്, ഞാൻ ഓൾറെഡി ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്, അപ്പോൾ പെട്ടെന്ന് കാര്യം ക്ലിയർ ആവുള്ളൂ. ഓക്കെ, നോക്കിക്കോ, ഇതിൽ a³ മൈനസ് 5a² മൈനസ് 45a ഈക്വൽ 22i ആയിരിക്കും. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, അപ്പൊ ഇതിലൊരു കണക്ഷൻ ഉണ്ട്. എന്താ കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം മക്കളെ, ശ്രദ്ധിച്ചോ. ഇവിടെ കണ്ടോ, ദിസ് ഈസ് a³ മൈനസ് നേരത്തെ പോലെ തന്നെ ഇത് ട്രേസ് ആണ്, ട്രേസ് a². അവിടെ നിങ്ങൾ -45 എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് -45 എന്നല്ല, അത് പ്ലസ് ആണ്. സം ഓഫ് മൈനർ ഓഫ് ഡയഗണൽ, ഡയഗണലിന്റെ മൈനർ ഒക്കെ കൂട്ടിയാൽ മതി. ഡയഗണലിന്റെ മൈനറുകൾ കാണുക, കൂട്ടുക a. ഓക്കെ, അടുത്തത് മൈനസ് ഡിറ്റർമിനന്റ് i. അപ്പൊ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, ഇത് കണ്ടോ, ഇത് പ്ലസ്സില് മൈനസില് പ്ലസ്സില് മൈനസില്, അപ്പൊ പ്ലസ് മൈനസ് ആണ് ഓർഡർ. ഓക്കെ, ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഇതൊന്ന് വെരിഫൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ട്രേസ് എടുക്കാം. ആദ്യം ട്രേസ് എന്ന് പറയുമ്പം 2 + 1 + 2 = 5 ആണ്. ഓക്കെ, ട്രേസ് 5 ആണ്. അടുത്തത് സം ഓഫ് മൈനർ. അപ്പൊ നമുക്ക് എന്ത് വേണം, 2ന്റെ മൈനർ വേണം. 2ന്റെ മൈനർ എടുക്കുമ്പോൾ 2 ഇരിക്കുന്ന റോയും കോളും കളഞ്ഞു കഴിഞ്ഞാൽ 2 × 1 2 - 7 × 5 35 which is equal to -33. ഓക്കെ, അടുത്തത് 1ന്റെ മൈനർ. മക്കളെ ശ്രദ്ധിക്കുക, ഡയഗണലിന്റെ മൈനർ നമ്മൾ എടുക്കണ്ട കേട്ടോ. 1ന്റെ മൈനർ, 1ന്റെ റോയും കോളും കളഞ്ഞു കഴിഞ്ഞാൽ 2 × 2 4 - 6 × 1 6 is equal to -2.
പിന്നെ 2ന്റെ മൈനർ എടുക്കുമ്പോൾ 2ന്റെ റോയും കോളം കളഞ്ഞാൽ ബാക്കി എന്താ കിട്ടുക? 1 into 2 2 minus 4 into 3 12 equal to -10. സോ സം ഓഫ് ദീസ് 33 2 35 10 45 -45 -45. അപ്പൊ ഈ -45 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ പ്ലസ് ഇല്ലാതായി പോയി. ഓക്കെ, നൗ ഡിറ്റർമിനന്റ് നോക്കിക്കോ. 2 into 2ന്റെ റോയും കോളം കളഞ്ഞു. 2 into 1 2 7 into 5 35 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ -33. നൗ -3 into -3യും 3യും അങ്ങ് കട്ട് ചെയ്ത് -3ന്റെ റോയും കളയാ കോളം കളയാ. 4 into 2 8 കിട്ടും. സോ സോറി 8 4 into 2 8 6 into 5 30. അപ്പൊ 8 - 30 -22 എന്ന് കിട്ടും. പിന്നെ +1 into 1 നിൽക്കുന്ന റോയും കളയുക, 1 നിൽക്കുന്ന കോളം കളയുക. 7 into 4 is 28. 6 into 1 is 6. 28 - 6 22. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 2 into 33 എത്ര വരും? -66 വരും. ആൻഡ് പ്ലസ് ആവും. 2 into -33 -66 -3 into -22 മൈനസും പ്ലസ് 66. അപ്പൊ കട്ടായി പോയി. സന്തോഷം. 1 + 1 into 22 is remaining. ഇത് കട്ടായി പോയി 22. അപ്പൊ ഈ 22 ആണ് ഈ 22. അപ്പൊ ഇത് നമുക്ക് മാഗ് ഫിറ്റ് ചെയ്ത് നോക്കാം. നോക്കിക്കോ. Now this is a cube minus trace എന്ന് പറഞ്ഞാൽ 5. അപ്പൊ 5a² പ്ലസ് ആണെങ്കിലും സം ഓഫ് ഡയഗണൽ -45. അപ്പൊ -45a മൈനസ് ഡിറ്റർമിനന്റ് എത്ര കിട്ടിയത്? 22. അപ്പൊ -22i = 0. ഇതാണ് തേർഡ് ഡിഗ്രീന്റെ ഇക്വേഷൻ നിൽക്കുന്ന പരിപാടി. അങ്ങനെ നമുക്ക് ഞങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാൻ പോവാണ്. ചെയ്തു നോക്കണം. ഓക്കെ, അതിലൊരു ഡി അധികപ്പറ്റായിട്ട് വന്നു പോയിട്ടുണ്ട്. അത് ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങ് അറിയാതെ കയറിപ്പോയതാണ്. കാര്യം വെക്കണ്ട, ഞാൻ ഡി ഒഴിവാക്കാൻ പോവാണ്. ഡി ഈസ് ഗോൺ. ഡി ഇല്ല കേട്ടോ. a - b - b - c മാത്രമേ ഉള്ളൂ. ഡി ഇല്ല. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് എ, ഹിയർ ഇറ്റ് ഈസ് ബി, ഹിയർ ഇറ്റ് ഈസ് സി. അപ്പൊ ഏതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചെയ്തു നോക്കുക. മക്കളെ കമന്റ് ചെയ്തോ, നമുക്ക് ശരിയാണെന്ന് നോക്കാം. താങ്ക് യു. ടാറ്റാ.